വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് വാണിയംകുളം പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ മെയിൻ എൻട്രിയാണ് കാണുന്നത്. നമുക്ക് മെഡിക്കൽ കോളേജൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നിയർ ബൈ ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗംഭീര ഒരു വീടാണ്. 20 സെൻറ്റിൽ അടിപൊളി ഒരു 2800 വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന അടിപൊളി ഒരു വീടാണ് നമ്മൾ കാണുന്നത്. ഡോക്ടർമാർക്കോ എഞ്ചിനീയർമാർക്കൊക്കെ ആർക്കാണെങ്കിലും നല്ല രീതിയിൽ, ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞത്. അപ്പോൾ എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. അമ്പലങ്ങൾ, ചർച്ചുകൾ, പള്ളി, അങ്ങനെയുള്ള എല്ലാവിധ ഫെസിലിറ്റി, സൂപ്പർ മാർക്കറ്റ്, നമുക്ക് പിന്നെ എല്ലാ രീതിയിലുള്ള ഒരിതുള്ളതാണ് ഏരിയയാണ്. നമുക്ക് ഈ ടാർ റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് നമ്മൾ വീട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. എല്ലാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള രീതിയിലും നമുക്ക് ഫുള്ള് തേക്ക് വുഡിൽ ചെയ്തൊക്കെയാണ്. നമുക്ക് ജനൽ, കട്ടില കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. നല്ല സ്ട്രോങ് കൺസ്ട്രക്ഷനാണ് ചെയ്തേക്കുന്നത്. ടാർ റോഡിൻ്റെ ഫ്രണ്ടേജ് തന്നെയാണ് നമ്മുടെ. നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതായത് നമുക്ക് ഫ്രണ്ട് പോർഷൻ തന്നെ ആണെങ്കിൽ ഒരുപാട് വണ്ടികൾ നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഗംഭീരമായിട്ടുള്ള സ്ഥലം തന്നെ ഉണ്ട്. സ്പേസ് ഒരുപാടുണ്ട്. അടുത്തടുത്തൊക്കെ നിറയെ വീടുകളുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു സറൗണ്ടിങ് ഒരു 10-500 മീറ്ററിനുള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളോടുള്ള ഏരിയയാണ്. നമുക്ക് കണ്ട കാർ പോർച്ചൊക്കെ നല്ല വണ്ടികൾ നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് കാര്യങ്ങളുണ്ട്. ഫുൾ തേക്ക് വുഡിൽ തീർത്ത വീടാണ്. കട്ടില, ജനൽ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നല്ല കാതലുള്ള, നമുക്ക് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ കാണാം. എല്ലാം തേക്കിലാണ് പണിതേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മണിച്ചിത്തായൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡോക്ടർമാർക്കോ എഞ്ചിനീയർമാർക്കോ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. നല്ലൊരു വീടാണ്. കണ്ടത് മണിച്ചിത്തായൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. കിഴക്കോട്ടാണ് ഇതിൻ്റെ ദർശനം. നമുക്ക് പുറത്ത് കണ്ടിട്ട് ഉള്ളിലേക്കും കയറാം. ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടെ പൈപ്പ് ലൈന് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിലത്തെ വെള്ളം യഥേഷ്ടം എപ്പോഴും വരുമെന്ന് പറഞ്ഞു. അത് കൂടാതെ നമുക്ക് പുറകിൽ ഓപ്പൺ കിണറും ഉണ്ട്, കുഴക്കിണറും ഉണ്ട്. നമുക്ക് കിഴക്കോട്ടാണ് ഈ വാതിലിൻ്റെ പോർഷനൊക്കെ. ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈൽസ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. സീലിംഗ് ഒക്കെ അതിമനോഹരമായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ലൈറ്റ് അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ. നമുക്കിവിടെ TV പോർഷൻ വെക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ. അതിൽ വാളിലൊക്കെ ടൈൽസ്, നല്ല ടൈൽസ് അല്ല, വേറൊരു ഇത് ആർക്കിടെക്ട് വർക്കാണ് ചെയ്തേക്കുന്നത്. അതേമാതിരി ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെ 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമാണ്. അങ്ങനെ 5 BHKയുടെ വീടാണ്. സൺറൂഫ്, നമുക്ക് ചെറിയൊരു ടാങ്ക് ഇവിടെ കാണാം. അതേമാതിരി പൂജാ റൂമാണ്. ഇവിടെയൊക്കെ ഫുള്ള് തേക്ക് വുഡ്, നല്ല കാതലുള്ള തേക്ക് വുഡ് വെച്ചിട്ടുള്ള വർക്കുകളാണ് മൊത്തം ചെയ്തേക്കുന്നത്. എല്ലാ റൂമിലും നമുക്ക് നോക്കിയാൽ അറിയാം. എല്ലാം നല്ല ഹ്യൂജ് റൂംസ് ആണുള്ളത്. നമുക്ക് ഇവിടെ എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് കാണുന്നത്. വാൾ ടൈൽസ് ഒക്കെ ഏറ്റവും മുകളിൽ വരെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ടൈൽസുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 സെറ്റ് നല്ല ഗ്യാരണ്ടിയുള്ള ക്ലോസറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് എല്ലാ റൂമിലും കട്ടിലുകൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. അതിൽ എക്സോസ് ഫാന് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പാരിവെയറിൻ്റെ ഒക്കെയാണ്. നല്ല ഗ്യാരണ്ടിയുള്ള ക്ലോസറ്റ്സുകൾ. ഡൈനിങ് ഹാള് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് നമുക്ക് അപ്സ്റ്റെയറിൽ നമുക്ക് ഇവിടുന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ കാണാം. ഇവിടെ അതേമാതിരി വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് ബോഡിയുടെ ചോട്ടിലായിട്ട്. ഇവിടെ നമുക്കൊരു ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഇതിൽ ഡംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് കിച്ചന്റെ പോർഷനാണ്. വാട്ടർ പ്യൂരിഫയർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കാണാം പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. സിങ്ക്, അലമാര. നമുക്ക് ഇതൊരു അലമാരയാണ് ഗ്രോസറി ഐറ്റംസ് വെക്കുന്നത്. ഫ്രിഡ്ജ് നമ്മുടെ അപ്പുറത്തെ സൈഡിൽ വേറെ ഉണ്ട്. കൂടാതെ ഇതിനോട് ചേർന്നിട്ട് വർക്ക് ഏരിയ ഉണ്ട്. ബാക്ക് സൈഡിലേക്കുള്ള ഗ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുക അടുപ്പ് വേണമെങ്കിൽ ആലുവടുപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വർക്ക് ഏരിയ കൂടിയാണ്. അപ്പോൾ അപ്സ്റ്റെയറിലൊക്കെ നമുക്ക് ഹാൻഡിലിൽ ഇതിനോട് ചേർന്ന് നമുക്ക് മരത്തിൻ്റെയും ഇത് കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസൈനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഗ്രാനൈറ്റൊക്കെ ഒന്ന് സ്റ്റെപ്സിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് റൂമിൽ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ. നമുക്ക് മുകളിൽ നിന്ന് ബാൽക്കണി 2 സൈഡിലും ഉണ്ട്. ഫ്രണ്ട് നമ്മൾ അപ്സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ വരുന്ന റൂമാണ്. നല്ലൊരു ഹ്യൂജ് റൂമാണ്, വലുപ്പമുള്ള റൂമാണ്. അതിൽ 2 സൈഡും നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന ബാക്ക് സൈഡിൽ ഒരു ബാൽക്കണി ഉണ്ട്. ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാരുപടി അത് കാണാം. അത് ഈ പോർഷനിലാണ് വരുന്നത്. ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ചാരുപടിയൊക്കെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നല്ല നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏരിയയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് വാഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിൽ ഒരു ബാൽക്കണി, ഫ്രണ്ട് പോർഷനിലും ബാൽക്കണി ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ഹാൻഡിൽ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് കാര്യങ്ങളാണ് ഇട്ടേക്കുന്നത്. താഴത്തേക്കും വേണമെങ്കിൽ നമുക്കൊരു ഇത് ചെറിയ രീതിയിൽ ഒരു ഇതൊക്കെ കെട്ടാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് എന്താ റൂഫിങ്ങൊക്കെ ടബ് ഷീറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ 2 ബെഡ്റൂം കൂടെ ഉണ്ട്. നമുക്ക് കറണ്ടിൻ്റെ ഒരു ഇത് കാരണം നമ്മൾ പുറത്ത് ഈ അടുത്ത നമ്മുടെ ബാക്ക് സൈഡിലുള്ള അടുത്ത ബാൽക്കണിയിലേക്കൊന്ന് വന്നേക്കണം. ബാൽക്കണിയല്ല, സോറി, ഓപ്പൺ ടെറസിലേക്കാണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് മുരിങ്ങ കാര്യങ്ങളെല്ലാം കാണാം. തെങ്ങുകൾ 2-3-4 തെങ്ങുകൾ കായ്ക്കുന്നുണ്ട്. ചെറുതെങ്ങുകൾ കുറേ ഉണ്ട്. അടുത്തൊക്കെ നല്ല നല്ല വീടുകളുള്ളതാണ്. മുകളിലത്തെ നമുക്ക് 2ാമത്തെ റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും കട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഡിസൈനിങ്ങിലുള്ള ടൈൽസുകളാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂമിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ലാസ്റ്റ് ബെഡ്റൂമാണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ 5ാമത്തെ ബെഡ്റൂമാണ്. നല്ല 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 രീതിയിലുള്ള ഡിസൈനിങ് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്. മുകളിൽ
അത് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ലൊരു എല്ലാ റൂമിലും കട്ടിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ലൊരു പാർട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്നവരെ തന്നെ ഇവരിൽ തിരഞ്ഞെടുത്ത് നമ്മൾ അവർക്ക് ഒരു ശതമാനം നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നമുക്കിതിൻ്റെ വില കാര്യങ്ങളൊക്കെ നേരിട്ട് നമുക്ക് താല്പര്യമുള്ളവർ വിളിച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ അപ്പോൾ അത് നോക്കി വിളിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്സപ്പ് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് മുഖാന്തരമാണെങ്കിൽ നമുക്ക് ബന്ധപ്പെടാം. വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് പറയുന്നതായിരിക്കും. ഗംഭീര ഒരു വീടാണ്. അപ്പോൾ നമുക്ക് ടൗണിൽ നിയർ ബൈ ആയിട്ടാണ്. അപ്പോൾ നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നിടം വരെ നിങ്ങളുടെ സ്വന്തം ആരോമൽ സൈനിങ് ഓഫ്.